പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ മൊത്തം ആശയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ടെന്നും ഫാത്തിഹയുടെ മൊത്തം ആശയങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ഉണ്ടെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അലാ ഉഅല്ലിമുക സൂറത്തൻ മാ ഉൻസില ഫിൽ തൗറാത്തി വലാ ഫിൽ സബൂരി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഖുർആനി മിത്ലുഹാ. അല്ലാഹു തആല തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ അതുപോലെ ഖുർആനിൽ അതുപോലത്തതോ സൂറത്ത് ഇറക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് പറയുകയാണ്. ബലാ യാ റസൂലല്ലാഹ്, അതെ നിങ്ങൾ പഠിപ്പിച്ചു തരുക. എന്നാൽ ഈ പള്ളിയുടെ ഈ വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു പറയും, ഞാൻ തങ്ങൾ പറയാതെ പോകുമെന്ന് പേടിച്ച് അല്പം പിന്തി തങ്ങളെ കൈപിടിച്ചു പോയി. അവസാനം വാതിലിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങൾ ഒരു സൂറത്ത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, ഏതാണ്? തങ്ങൾ പറഞ്ഞു, കൈഫ തഖറഉ ഇദാ കുൻത ഫിസ്സലാത്തി, നിസ്കാരത്തിൽ നിന്നാൽ നീ എന്താണ് ഓതുക? പറഞ്ഞു, ഫഖറഅതു ഫാത്തിഹത്തൽ കിതാബ്, ഞാൻ സൂറത്തുൽ ഫാത്തിഹയാണ് ഓതുന്നത്. എന്നാൽ ഹിയ അതാണ് وهي السبع المثاني التي قال الله تعالى عز وجل ولقد آتيناك سبعا من المثاني والقرآن العظيم. സൂറത്തുൽ ഫാത്തിഹയാണ് അല്ലാഹു തആല പറഞ്ഞതുപോലെ അത് അസ്സബഉൽ മഥാനിയാണ്. തങ്ങൾക്ക് നാം അസ്സബഉൽ മഥാനി തന്നു, ഖുർആനെയും തന്നു. എന്താണ് അസ്സബഉൽ മഥാനി? ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ എവിടെ ആവർത്തിക്കപ്പെടുന്നു? അത് നിസ്കാരത്തിന്റെ ഓരോ റക്അത്തുകളിലും ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ പേര് വന്നു. അതല്ലെങ്കിൽ അതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന് അടിമ തന്റെ ഉടമയായ റബ്ബിനെ സ്തുതിക്കുന്ന വിഷയവും, മറ്റൊന്ന് അല്ലാഹു തആല അടിമക്ക് കൊടുക്കുന്ന കൊടുതികൾ. 2 വിഭാഗമായിട്ടുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് അങ്ങനെ അസ്സബഉൽ മഥാനി എന്ന് പേര് വന്നത്. മറ്റൊരു കാരണം പറയുന്നത് അത് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയപ്പെടുന്നു. മറ്റൊരു കാരണം പറയുന്നത് അത് 7 ആയത്തുകൾ ഖുർആനിന്റെ 7 ഒരു ഭാഗത്തിലേക്ക് സമാനമാണ്. ഖുർആൻ ഒരു ആയത്ത് ഓതിയാൽ ഖുർആൻ മൊത്തം ഖുർആനിന്റെ 7 ഒരു ഭാഗം ഓതിയതുപോലെയാണ്. അങ്ങനെ ഒരു ഫാത്തിഹ ഓതിയാൽ തന്നെ ഖുർആൻ മുഴുവനും ഓതിയ സ്ഥാനത്തിലേക്ക് നിൽക്കുന്നു. അങ്ങനെയാണ് അതിലേക്ക് ആ പേര് വന്നത്. അതല്ല, മറ്റൊരു കാരണം പറയുന്നത് 7 ആയത്തുകളുണ്ട്. നരകത്തിന്റെ വാതിലുകൾ 7 ആണ്. അങ്ങനെ ഒരാൾ ഈ ഫാത്തിഹ ഓതിയാൽ നരകത്തിന്റെ 7 വാതിലിലൂടെ കടക്കാൻ അവനിക്ക് സാധ്യമല്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ മുഹമ്മദ് കുന്തു അഖ്ശൽ അദാബ അലാ ഉമ്മത്തി, തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഞാൻ നരകശിക്ഷയെ അദാബിനെ പേടിക്കുമായിരുന്നു. ഫലമ്മാ നസലത്തിൽ ഫാത്തിഹത്തു അമിൻതു, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു ചൊമ്പുണ്ടായി, ധൈര്യം കിട്ടി. ഞാൻ അദാബിൽ നിന്ന് വിശോധിയെ വിചാരിച്ചു. കാരണം ലിമയാ ജിബ്രീൽ, അതെങ്ങനെ? ജിബ്രീൽ പറയുകയാണ്, അല്ലാഹു തആല പറഞ്ഞില്ലേ, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. നരകത്തിന് 7 വാതിലുകളുണ്ട്. നരകശിക്ഷ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഓരോന്നിലും അതിഭയങ്കരമായ ശിക്ഷകളുണ്ട് എന്നെല്ലാം പറയപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹയിലും 7 ആയത്തുകളുണ്ട്. അങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോൾ
തങ്ങളുടെ ഉമ്മത്തീങ്ങൾ ആ ഓരോ വാതിലൂടെയും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞു തീരാത്തതാണ്. അതിലേക്ക് ഒരുപാട് പേരുകളുണ്ട്. ഈ പേര് അധികരിക്കുക എന്നതിന്റെ മഹത്വം ഉള്ള കാരണം കൊണ്ടാണ്. ഒന്നാമത്തെ പേര് നോക്കൂ, സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ്, ഗ്രന്ഥത്തിന്റെ ഓപ്പണിംഗ്. അതായത് ഞാൻ പുസ്തകം തുറന്നു നോക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ സൂറത്തുൽ ഹംദ് എന്ന പേരുണ്ട്. എന്തുകൊണ്ട്? അതിൽ ഇസ്മി കഴിഞ്ഞാൽ ഉടനെ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മ എന്ന പേരാണ് ഈ സൂറത്തുൽ ഫാത്തിഹയിലേക്കുള്ളത്. അതുപോലെ അസ്സബഉൽ മസാനി എന്ന് പറഞ്ഞതുപോലെ ഇനി അൽ വാഫിയ എന്ന പേരുണ്ട്. കാരണം എന്ത്? അത് ഖുർആൻ അതിന്റെ പകുതി ഓതിയാൽ മതിയാവുകയില്ല, പൂർണ്ണമായിട്ടും ഓതണം. നിസ്കാരത്തിന്റെ ഓരോ റക്അത്തിലും ബാക്കി നോക്കൂ, ഒരു സൂറത്ത് ഉദാഹരണത്തിന് അലംതറ പകുതി സൂറത്ത് ഞാൻ ഒരു റക്അത്തിൽ ഓതി, മറ്റേ പകുതി ഇതിനൊരു റക്അത്തിൽ ഓതി, എന്താവും? ജായിസാണ്, ഓതാം, നല്ലത് പൂർണ്ണമായ സൂറത്തിൽ. പക്ഷെ ഫാത്തിഹ അങ്ങനെയല്ല, പകുതി ഒരു റക്അത്തിലും മറ്റേ പകുതി മറ്റൊരു റക്അത്തിലും ഓതാൻ പാടില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഓതണം. അതുപോലെ അൽ കാഫിയ എന്ന പേരുണ്ട്. കാരണം എന്താണ്? അത് എല്ലാത്തിലേക്കും മതിയാകുന്നതാണ്. പിന്നെ മറ്റൊന്നു ഇതിലേക്ക് തുല്യമാവുകയില്ല. ഏതുപോലെ ഉമ്മുൽ ഖുർആൻ ഇവദുൻ അൻ ഗൈരിഹാ വലൈസ ഗൈറുഹാ ഇവദൻ അൻഹാ. എല്ലാ സൂറത്തുകളിലേക്കും പകരമായി ഫാത്തിഹ ഓതാം, പക്ഷെ ഫാത്തിഹയ്ക്ക് പകരമായി ഓതാൻ ഒന്നുമില്ല ഖുർആനിൽ. അതുപോലെ അൽ അസാസ് എന്ന പേരുണ്ട്. ഖുർആനിന്റെ അടിത്തറയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ ഷിഫാ, എല്ലാത്തിനും ശമനം എന്ന പേരുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ സ്വഹാബത്ത് ഒരു യാത്ര പോയി. അങ്ങനെ ഒരു ഗോത്രത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ അവർ ഭക്ഷണം ചോദിച്ചു. പക്ഷെ അവരെന്താക്കില്ല, അവിടെ സൽക്കരിച്ചില്ല നാട്ടുകാർ. അങ്ങനെ ആ നാട്ടുകാരുടെ നേതാവിനെ പാമ്പ് കടിയേറ്റു. അങ്ങനെ പാമ്പ് കടിച്ചപ്പോൾ അവരെന്താക്കി, ഒരാൾ പറഞ്ഞു, ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടാകും, അവരുടെ അടുത്ത് പോയി പരിഹാരം തേടാം. അങ്ങനെ അവർ എന്താക്കി, ഈ സ്വഹാബത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹൽ അർറഹ്ബു ഇന്ന സയ്യിദനാ ലുദിഗ വസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ ലാ യഖറഹു ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ഷൈഇൻ. ഞങ്ങൾ എല്ലാം ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടുന്ന് സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അതെ, ഞങ്ങളുടെ അടുത്ത് പരിഹാരമുണ്ട്, പക്ഷേ ഞാൻ മന്ത്രിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയ്ക്ക് അതിന് സമ്മാനം തരണം. മന്ത്രിച്ചതാക്കി ചോദിച്ചിട്ട് വാങ്ങി. എന്ത്? അങ്ങനെ രണ്ടാളും എന്താ ഉടമ്പടി ചെയ്ത് ഇത്ര ഒരു കൂട്ടം ആടിനെ തരാൻ മന്ത്രിച്ചാൽ, ഒന്നല്ല, ചില 40 ആടുന്നു. അങ്ങനെ ഒരു കൂട്ടം ആടിനെ ഉണ്ടാക്കി അവർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവിടെ മന്ത്രിച്ചത് എന്താണ്? ഒരു ഫാത്തിഹയാണ്. സഹാബി മന്ത്രിച്ചത് ഒരു ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ അതെന്തായി? അദ്ദേഹത്തിന്റെ വിഷം ഇറങ്ങിപ്പോയി, അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു. അത് മാത്രവുമല്ല, ആടിനെ അവർ വാങ്ങി. സഹാബത്ത് ആടിനെ വാങ്ങിയപ്പോൾ ചെറിയൊരു ചർച്ചയുണ്ടായി സഹാബത്തിന്റെ ഇടയിൽ, ഇത് വാങ്ങിയത് ശരിയാണോ അല്ലേ? അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അവർ കേസ് എത്തിച്ചു. ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ മന്ത്രിച്ചു, ഞങ്ങൾ ആടിനെ വാങ്ങി, ചിലർ ഇത് വാങ്ങാമെന്നും വാങ്ങാൻ പാടില്ല എന്നും ഞങ്ങളുടെ അഭിപ്രായമുണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അത് അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഖുർആൻ ഓതി നിങ്ങൾ വാങ്ങിയത് ഒരു തെറ്റുമില്ല. ഇഖ്സിമു വദ്രിബു ലി മഅകും സഹ്മൻ ഫളഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓതിവെക്കുകയല്ല, എനിക്കൊരു ഓതി തരും. എന്നിട്ട് തന്നെ ചിരിച്ചു പോയി. അത് ഏറ്റവും നല്ലത്, നിങ്ങൾ വാങ്ങുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ഖുർആൻ ഓതി വാങ്ങുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ അസ്വലാ എന്ന പേര് ഈ ഫാത്തിഹയ്ക്കുണ്ട്. കാരണം നിസ്കാരത്തിൽ അല്ലാഹു തആല 2 ഓഹരിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഖസംതുസ് സ്വലാ എന്ന് പറയുന്നത് എന്താണ്? നാം നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങൾ നോക്കൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു അടിമ പറയുമ്പോൾ അല്ലാഹു തആല പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു പോയി.
وإذا قال الرحمن الرحيم الرحمن الرحيم എന്ന അടിമ പറയുമ്പോൾ അല്ലാഹു തആല പറയുകയാണ് അഫ്നാ അലയ്യ അബ്ദി എന്റെ അടിമ എന്നെ പിന്നെയും പുകഴ്ത്തി പറഞ്ഞു. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ അടിമ പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു മജ്ജദനി അബ്ദി എന്റെ അടിമ എന്നെ എന്താക്കി വിശേഷണം പറഞ്ഞില്ല വീണ്ടും പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഞങ്ങൾ നിനക്ക് ആരാധിക്കുന്നു നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അടിമ അല്ലാഹു തആല പറയുന്നു ഹാദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സഅല ഇത് രണ്ടാളുടെ ഞങ്ങൾക്ക് പകുതിയാണ് ഈ ആയത്ത്. 3 ആയത്തും നേരത്തെ പറഞ്ഞത് എന്നെ സ്തുതിച്ചു എന്നെ പുകഴ്ത്തി എന്നെ പരിശുദ്ധിയെ വായിച്ചു. പിന്നെ 4ാമത്തെ ആയത്ത് ഓതുമ്പോൾ അല്ലാഹു തആല പറയുന്നു എനിക്കും നിനക്കുള്ളതാണ് എന്താണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ആരാധിക്കുന്നത് എനിക്കാണ്. വഇയ്യാക നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അത് നിനക്കാണ്. നിനക്ക് സഹായം ലഭിച്ചു. വലിഅബ്ദി മാ സഅല അടിമ എന്ത് ചോദിച്ചു അത് അടിമ കൊണ്ടു. 5ാമത്തെ ആയത്താണ് അവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തുടങ്ങിയിട്ട് അവസാനം വരെയുള്ള എല്ലാ വിഷയങ്ങളും എന്താണ് ഹിദായത്തിന് വേണ്ടി ചോദിക്കുന്നു ദുആയാണ്. അപ്പോൾ അല്ലാഹു തആല പറയുന്നു ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅല ഇതെല്ലാം തന്റെ അടിമക്കാണ്. അടിമക്ക് എന്താണ് ചോദിച്ചത് അതുകൊണ്ട് എന്ന് അല്ലാഹു തആല നാം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് അസ്സലാ എന്ന പേരും അതിനുണ്ട്. അതുപോലെ അസ്സുഹാൽ ചോദിക്കുന്നത് എങ്ങനെയാണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലാഹു തആല ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നു. ആദ്യം നാം തലയെ പുകഴ്ത്തണം പിന്നെയാണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഈ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. സൂറത്തു ശുക്ർ എന്ന സൂറത്തെ ഈ പേര് ഇതിനെ കൊണ്ട് കാരണം لأنها ثناء على الله بالفضل والكرم والإحسان അല്ലാഹുവിനെ പുകഴ്ത്തുന്ന എല്ലാ രൂപവും ഇതിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അതിൽ നന്ദി പഠിപ്പിക്കുന്നതുകൊണ്ട് ശുക്ർ എന്ന സൂറത്തുണ്ട് ഒരു പേരുണ്ട്. സൂറത്തു ദുആ അതുപോലെ ദുആ എന്ന പേരിൽ ഇതിനെ കൊണ്ട് നാം ഒരുപാട് ദുആ നടത്തുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൽ നാം ഓതുന്ന സൂറത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ ഓതാത്തവർക്ക് നിസ്കാരമേ ഇല്ല. മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നു മൻ സ്വല്ല സ്വലാത്തൻ ലം യഖറ ഫീഹാ ബിഉമ്മിൽ ഖുർആനി ഫഹിയ ഖിദാജ് ഗൈറ തമാം. അതായത് ഒരാൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതില്ലെങ്കിൽ അവന്റെ നിസ്കാരം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ഏറ്റവും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അവസാനമായി ഒരു ഹദീസ് നോക്കാം. بينما جبريل قائد عند النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഉള്ള സന്ദർഭത്തിൽ അവിടെ സമയ നഖീലൻ വലിയ ഒരു ശബ്ദം കേട്ടു. ആകാശത്തിൽ നിന്ന് വലിയ ശബ്ദം കേട്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിപ്പോയി എന്താണ് ഇത് ഭയങ്കരമായ ശബ്ദം കേട്ടത്. അപ്പോൾ ജിബ്രീൽ പറയുന്നു ഹാദാ ബാബു മിനസ് സമാഇ ഫുതിഹ اليوم لم يفتح قط الا اليوم فنزل منه ملك فقال هذا ملك نزل الى الارض لم ينزل قط الا اليوم فسلم. അവിടുന്ന് ഈ ഇന്നത്തെ ദിവസം മാത്രം അവിടുന്ന് ഈ ആകാശം തുറക്കപ്പെട്ടതാണ്. അവിടുന്ന് ഒരു മലക്ക് ഇന്നത്തെ ദിവസം മാത്രം ഇറങ്ങി വന്നതാണ്. എന്നിട്ടോ ആ മലക്ക് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു അബ്ശിർ ബിനൂറൈൻ തങ്ങൾക്ക് 2 പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു നബിക്കും ഇതുപോലൊന്നും നൽകപ്പെട്ടിട്ടില്ല. 2 പ്രകാശമാണ് തങ്ങൾക്ക് നൽകപ്പെട്ടത്. എന്താണ് ഫാത്തിഹത്തുൽ കിതാബി വ ഖവാതിമു സൂറത്തിൽ ബഖറ ലം തഖറ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅതീതഹു. ഈ സൂറത്തുൽ ഫാത്തിഹയും ആമനർ റസൂൽ നാം ഹദ്ദാദിൽ ഓതുന്ന അൽ ബഖറ സൂറത്തിന്റെ അവസാന ഭാഗം ഈ 2 പ്രകാശമാണ് തങ്ങൾക്ക് നൽകപ്പെട്ടത്. ഇതിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ തങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് നൽകപ്പെടുമെന്ന് അവിടുന്ന് പ്രത്യേകമായ മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്. ഇത്രമാത്രം മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു തആല അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യും.